സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? പണമോ ആഡംബരമോ ഒന്നുമല്ല, മറിച്ച് കുറച്ച് ബഹുമാനവും പരിഗണനയുമാണ്. എന്നാൽ ചില പുരുഷന്മാരുടെ ചില പെരുമാറ്റങ്ങൾ എത്ര സ്നേഹമുള്ള സ്ത്രീയെയും അവരിൽ നിന്ന് അകറ്റും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക. പല പുരുഷന്മാരും കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ മുന്നിൽ വെച്ച് സ്വന്തം പങ്കാളിയെ തമാശയ്ക്ക് എന്ന രീതിയിൽ കളിയാക്കാറുണ്ട്. എന്നാൽ ഇത് സ്ത്രീകളുടെ അഭിമാനത്തെയാണ് വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുന്നത്. തങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടയാള് മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് വില കുറച്ച് കാണിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. സ്നേഹം എന്നത് സ്വകാര്യതയിൽ മാത്രമല്ല, നാലാൾ കൂടുന്നിടത്തും കാണിക്കേണ്ട ഒന്നാണ്. പുരുഷന്മാർ ഇത് വെറുമൊരു തമാശയായി കാണുമ്പോൾ സ്ത്രീകൾ അത് ഉള്ളിലേക്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രവൃത്തികൾ പങ്കാളിക്ക് നിങ്ങളോടുള്ള ബഹുമാനം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കാരണമാകും. മനസമാധാനത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് എപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ താഴ്ത്തിക്കെട്ടുന്ന സംസാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പങ്കാളിയെ ചേർത്ത് പിടിക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ എപ്പോഴും ബഹുമാനിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അമിതമായ സംശയവും സ്വാതന്ത്ര്യം നിഷേധിക്കലും. സ്നേഹത്തിൻ്റെ പേരിൽ പങ്കാളിയെ എപ്പോഴും സംശയിക്കുന്ന സ്വഭാവം ഒട്ടും ആരോഗ്യകരമല്ല. എങ്ങോട്ട് പോകുന്നു, ആരോട് സംസാരിക്കുന്നു എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി നിയന്ത്രണങ്ങൾ വയ്ക്കുന്നത് സ്ത്രീകൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ബന്ധത്തിൽ പരസ്പര വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംശയം നിഴലിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ പുരുഷന്മാർക്ക് കഴിയേണ്ടതുണ്ട്. അമിതമായ ഈ നിയന്ത്രണങ്ങൾ അവരിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുക. സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് മനസ്സിലാക്കാതെ എപ്പോഴും ചോദ്യം ചെയ്യുന്നത് ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും. സംശയത്തിന് പകരം വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് നിങ്ങൾ ഓർക്കുക. മൂന്നാമത്തെ പോയിന്റ്, എല്ലാ കാര്യങ്ങളും കൽപ്പിച്ച് സംസാരിക്കുക. ചില പുരുഷന്മാർക്ക് എല്ലാ കാര്യങ്ങളും തങ്ങൾ പറയുന്നത് പോലെ മാത്രം നടക്കണം എന്നൊരു നിർബന്ധമുണ്ടാകും. സ്നേഹത്തോടെ കാര്യങ്ങൾ പറയുന്നതിന് പകരം ഒരു ആജ്ഞാപിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് സ്ത്രീകൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു പങ്കാളി എന്ന നിലയിൽ തുല്യ പരിഗണനയാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുന്നത് അവരെ വേദനിപ്പിക്കും. പുരുഷാധിപത്യ മനോഭാവത്തോടെ പെരുമാറുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയും അംഗീകരിച്ചു തരില്ല. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകുന്നത്. കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം ഒരു സ്ത്രീയും ആരുടെയും കൂടെ നിൽക്കില്ല. പരസ്പര ബഹുമാനത്തോടെ കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനിക്കാനും പുരുഷന്മാർ തയ്യാറാകണം. ഈ ഒരു മാറ്റം ബന്ധങ്ങളിൽ വലിയ സന്തോഷം കൊണ്ടുവരും. നാലാമത്തെ പോയിന്റ്, കള്ളം പറയുന്ന സ്വഭാവം. ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും കള്ളം പറയുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും വിശ്വാസമുണ്ടാവില്ല. എത്ര വലിയ സത്യമാണെങ്കിലും അത് മുഖത്ത് നോക്കി പറയുന്നതാണ് എപ്പോഴും നല്ലത്. കള്ളങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസമാണ് അവൾക്ക് നഷ്ടപ്പെടുന്നത്. ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം പിന്നീട് തിരിച്ചു പിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും പുരുഷന്മാർ കള്ളം പറയുന്നത്. എന്നാൽ ആ കള്ളം ഭാവിയിൽ അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. തുറന്ന സംസാരമാണ് ഏതൊരു നല്ല ബന്ധത്തിനും കെട്ടുറപ്പ് നൽകുന്നത്. പങ്കാളിയോട് കാര്യങ്ങൾ സുതാര്യമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ്, ശ്രദ്ധിക്കാതിരിക്കലും അവഗണനയും. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ് പങ്കാളിയിൽ നിന്നുമുള്ള അവഗണന. അവർ എന്തെങ്കിലും ഗൗരവമായി സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. താൻ പറയുന്നത് കേൾക്കാൻ പോലും പങ്കാളിക്ക് സമയമില്ലെന്ന് തോന്നുമ്പോൾ സ്ത്രീകൾ മാനസികമായി ഒറ്റപ്പെടും. ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ്. ആ സമയത്ത് നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ ശ്രദ്ധയോ അവർക്ക് വലിയ സന്തോഷം നൽകും.
ജോലിയുടെ തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും പങ്കാളിക്കായി കുറച്ച് സമയം മാറ്റിവെക്കാൻ മടിക്കരുത്. അവഗണന തുടരുമ്പോൾ അവരിൽ നിങ്ങളോടുള്ള താല്പര്യം പതിയെ കുറഞ്ഞു വരും. അതുകൊണ്ട് അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ പുരുഷന്മാർ തയ്യാറാകണം. 6ാമത്തെ പോയിന്റ്, വൃത്തി ഇല്ലായ്മ. പേഴ്സണൽ ഹൈജീൻ പാലിക്കാത്ത പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഡ്രസ്സിങ്ങിലും ശരീരശുദ്ധിയിലും ശ്രദ്ധിക്കാത്തത് പങ്കാളിക്ക് നിങ്ങളോടുള്ള ഒരു അകൽച്ച തോന്നാൻ കാരണമാകും. നല്ല സുഗന്ധവും വൃത്തിയുമുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ആകർഷണം തോന്നുക. വീടും പരിസരവും സ്വന്തം ശരീരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. പുകവലിയുടെയോ മദ്യത്തിൻ്റെയോ മണവുമായി അരികിലേക്ക് വരുന്നത് അവൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. ലളിതമായ ഡ്രസ്സിംഗ് ആണെങ്കിലും അത് വൃത്തിയുള്ളതായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വൃത്തികെട്ട ശീലങ്ങൾ ഉള്ള ഒരാളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ കുറച്ചുകൂടി വൃത്തിയും വെടുപ്പും സൂക്ഷിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കുക. 7ാമത്തെ പോയിന്റ്, മുൻകോപവും മോശമായ പെരുമാറ്റവും. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളെ നിങ്ങളിൽ നിന്നും അകറ്റും. ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത പുരുഷന്മാർ കുടുംബത്തിന് തന്നെ ഭാരമാണ്. മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. സ്നേഹമുള്ള ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെയാണ് പലരും ദേഷ്യം കൊണ്ട് വഷളാക്കുന്നത്. പങ്കാളിയോട് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നത് വീട്ടിലെ സമാധാനം തകർക്കും. നിങ്ങളുടെ ദേഷ്യം അവരിൽ നിങ്ങളോടുള്ള ഭയമായി മാറും. ഒരിക്കലും അത് സ്നേഹമാകില്ല. ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ എപ്പോഴും മാതൃകയായി കാണുന്നത്. അതുകൊണ്ട് മുൻകോപം നിയന്ത്രിക്കാൻ ഓരോ പുരുഷനും ശ്രമിക്കേണ്ടതുണ്ട്. 8ാമത്തെ പോയിന്റ്, മുൻഗണന നൽകാതിരിക്കുക. ഫ്രണ്ട്സിനും ജോലിക്കും ഒക്കെ നൽകുന്ന പ്രാധാന്യം പലപ്പോഴും സ്വന്തം പങ്കാളിക്ക് നൽകാൻ പുരുഷന്മാർ മറന്നു പോകാറുണ്ട്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവരെ മാറ്റി നിർത്തുന്നതും ആവശ്യ സമയങ്ങളിൽ കൂടെയില്ലാത്തതും സ്ത്രീകൾക്ക് വലിയ നിരാശയുണ്ടാക്കും. താൻ പങ്കാളിയുടെ ജീവിതത്തിൽ ഒന്നുമല്ല എന്ന തോന്നൽ അവരെ മാനസികമായി അകറ്റാൻ കാരണമാകും. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല പങ്കാളിയായി മാറും. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്